സ്റ്റെഫിൻ, അങ്ങനെ ആശുപത്രിയിൽ എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടോ? പ്രജീഷ്, ഇപ്പോൾ നമുക്ക് ഒടുവിൽ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ആനന്ദകുമാറിനെ കാർഡിയോളജി വിഭാഗത്തിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു അറസ്റ്റിലേക്കോ മറ്റ് ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളിലേക്കോ പോലീസ് നീങ്ങാനിടയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അദ്ദേഹം കുറേ നാളുകളായി ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ സ്ഥിരമായി കാണിക്കുന്ന ആശുപത്രിയും ഇതാണ്. തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ സ്വകാര്യ ആശുപത്രിയിലാണ് അദ്ദേഹം ചികിത്സ തേടിയിരിക്കുന്നത്. നേരത്തെ അദ്ദേഹത്തെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി അന്വേഷണ സംഘം വീട്ടിലെത്തിയപ്പോൾ തന്നെ അദ്ദേഹം ചില ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതേ തുടർന്നാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഏതാണ്ട് 1 മണിയോടുകൂടി അദ്ദേഹത്തിന് വീട്ടിലേക്ക് അന്വേഷണ സംഘം എത്തുന്നു. അതിനുശേഷം ഏതാണ്ട് അരമണിക്കൂർ കൊണ്ട് ഇവിടേക്ക് ആശുപത്രിയിൽ എത്തിച്ചു. തുടർന്ന് ഇതുവരെ ഡോക്ടർമാർ നിരീക്ഷിച്ച് വരികയായിരുന്നു. തീവ്രപരിചരണ വിഭാഗത്തിൽ അദ്ദേഹം തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് അദ്ദേഹത്തെ കാർഡിയോളജി വിഭാഗത്തിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏതാനും ദിവസം ഒരുപക്ഷെ ഈ ആശുപത്രിയിൽ തന്നെ തുടരേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് ഇടയ്ക്ക് അഭിഭാഷകരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾ അദ്ദേഹം സ്വീകരിക്കുമോ എന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും നിലവിൽ ഇന്ന് അറസ്റ്റ് ചെയ്യലോ മറ്റ് ചോദ്യം ചെയ്യലോ ഒന്നും തന്നെ ഉണ്ടാകില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ കഴിയുക. കാരണം അദ്ദേഹം തീവ്രപരിചരണ വിഭാഗത്തിൽ തന്നെ തുടരുന്നു. നേരത്തെ അദ്ദേഹത്തിന് പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി കൂടി ചികിത്സ തേടുന്ന ആശുപത്രിയാണ്. അദ്ദേഹത്തെ സ്ഥിരമായി പരിചരിക്കുന്ന ഡോക്ടർമാരാണ്. അതുകൊണ്ട് തന്നെ ആ ഡോക്ടർമാരുടെ ഒരു നിരീക്ഷണത്തിൽ, ഒരു പരിശോധനയിൽ അദ്ദേഹത്തിന് ചില പ്രശ്നങ്ങളുണ്ട്, ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളതാണ് തിരിച്ചറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. ഏതാണ്ട് 3 ദിവസത്തേക്കെങ്കിലും അദ്ദേഹം ഒരുപക്ഷെ ഈ ആശുപത്രിയിൽ തന്നെ തുടരുമെന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാൻ. നിരീക്ഷണം അവിടെ ഉണ്ടോ സ്റ്റെഫിൻ? പ്രജീഷ്, ഏതായാലും അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുള്ള അന്വേഷണ സംഘം ആശുപത്രിയിൽ ഇപ്പോഴുമുണ്ട്. അദ്ദേഹം ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന തീവ്രപരിചരണ വിഭാഗത്തിന് പുറത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ അവർ വന്ന വാഹനം ആശുപത്രിക്ക് മുന്നിൽ തന്നെ ഉണ്ട്. പ്രത്യേകിച്ചും ജാമ്യാപേക്ഷ കോടതി തള്ളിയതോടുകൂടി അദ്ദേഹത്തിന് കൂടുതൽ പോലീസ് സുരക്ഷയിൽ തന്നെയായിരിക്കും അദ്ദേഹം ഈ ഒരുപക്ഷെ ആശുപത്രിയിൽ കഴിയുക എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുക. നേരത്തെ അനന്തന് സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും രീതിയിൽ ആരോഗ്യനില മെച്ചപ്പെടുന്നതനുസരിച്ച് മറ്റ് തിരുവനന്തപുരത്തെ കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ മറ്റ് നടപടികളിലേക്കോ ഒരുപക്ഷെ നാളെ നീങ്ങും. അതും ഡോക്ടർമാരുടെ ഒരു നിർദ്ദേശപ്രകാരം വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഉണ്ടാകൂ. നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ ചില പ്രശ്നങ്ങൾ കുറേ നാളുകളായി തന്നെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഒരുപക്ഷെ പെട്ടെന്ന് അന്വേഷണ സംഘം വീട്ടിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം ചികിത്സ വേണമെന്ന് ആവശ്യപ്പെട്ടതും അതുകൊണ്ടായിരിക്കും. അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു കേസുകളാണ് അദ്ദേഹത്തിന്. ഏതാണ്ട് 12ഓളം കേസുകൾ ആനന്ദകുമാറിൻ്റെ പേരിൽ FIR ഇട്ടിട്ടുണ്ട്. ആ കേസുകളിലെല്ലാം തന്നെ അന്വേഷണവും നടന്ന് വരികയാണ്. ആ ഒരു ഘട്ടത്തിൽ പോലീസിന് ഏതായാലും ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ ഒരുപക്ഷെ കൊണ്ടുപോയി ഈ വിശദമായി ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ നടത്തണം. അതിനുവേണ്ടി ഏതായാലും പോലീസ് ഇപ്പോൾ മുതിരുന്നില്ല. ഏതായാലും അദ്ദേഹത്തിന് ആരോഗ്യനില മെച്ചപ്പെട്ടതിന് ശേഷം മാത്രമേ ആ കാര്യങ്ങളിലേക്കൊക്കെ പോകാൻ സാധ്യതയുള്ളൂ. അങ്ങനെ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്നു, അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് നമുക്ക് ആശുപത്രിയിൽ നിന്നും അറിയാൻ കഴിയുന്നത്. അങ്ങനെ പോലീസിനെ സംബന്ധിച്ചോളം ഇന്ന് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി ഒരുപാട് പരാതികൾ വന്ന സാഹചര്യത്തിലൊക്കെ തന്നെ അനന്തകുമാറിനെ നടപടിക്ക് വിധേയനാക്കേണ്ടതായിരുന്നു. അപ്പോഴാണ് വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുമ്പോൾ തന്നെ അദ്ദേഹം അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതിന് പിന്നാലെയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം തിടുക്കത്തിൽ തന്നെ ഉണ്ടായത്. ആനന്ദകുമാറിനെ സംബന്ധിച്ചോളം ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതുണ്ട്. സായിഗ്രാമിലേക്കടക്കം 2 കോടി രൂപ അക്കൗണ്ടിലേക്ക് വന്നു എന്ന് അനന്തകൃഷ്ണൻ പ്രതി പറഞ്ഞു. പക്ഷേ അതിലൊക്കെ തന്നെ ക്ലാരിറ്റി വേണം. ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ആരോഗ്യ വ്യവസ്ഥ മോശമായതിനെ തുടർന്ന് അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന അനന്തകൃഷ്ണനും AK സ്റ്റെഫിനുമാണ് വിശദാംശങ്ങൾ നൽകിയത്.